മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് കനോണിൻ്റെ G47A0 എന്ന പ്രിൻ്ററിൽ എങ്ങനെ ഇങ്ക് റീഫില്ല് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിലാണ് കളറിൻ്റെ 3 ടാങ്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട് ഭാഗത്ത് ടാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ട്രാൻസ്പെറൻ്റായി ഭാഗം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു താഴെ ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ താഴോട്ട് ഒരിക്കലും വരാൻ പാടില്ല. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സ്കാനർ മൊഡ്യൂൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാണാൻ സാധിക്കും ബ്ലാക്കിൻ്റെ ടാങ്കാണ് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുള്ളത്. കളറിൻ്റെ 3 ടാങ്കും ആ ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഏത് കളറാണ് ഒഴിക്കേണ്ടത് എന്നുള്ളതും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ പ്രിൻ്ററിന് 71 സീരീസ് ഇങ്കാണ് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഇങ്കുകളോ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളോ ഇങ്കുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളുടെ പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ ആകെ മാറുന്നതാണ്. 4 ബോട്ടിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്ക് ഫില്ല് ചെയ്യാം. ആദ്യം ബോട്ടിലിൻ്റെ ടോപ്പ് ഒഴിവാക്കുന്നു. ശേഷം നേരെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. നേരെ ബോട്ടിൽ നേരെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ടാങ്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കലി തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ക് നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്താണ് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ജസ്റ്റ് എടുക്കുന്നു. ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നതല്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ജസ്റ്റ് ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ കളർ ടാങ്കാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ കളറിൻ്റെ ഏതെങ്കിലും ഒരു ബോട്ടിൽ, സപ്പോസ് ഞാനിപ്പോൾ സിയാനാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിയാൻ്റെ ബോട്ടിലെടുത്ത് ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോട്ടിലെടുത്ത് ടോപ്പ് റിമൂവ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത അതേ മെത്തേഡ് തന്നെ സിയാൻ്റെ ബോട്ടിലെടുത്ത് നേരെ സിയാൻ്റെ ടാങ്കിലേക്ക് കറക്റ്റാക്കി ഇങ്ങനെ ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഈ മോഡൽ പ്രിൻ്ററിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മാറി ഇങ്ക് വയ്ക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ അറിയാതെ ബ്ലാക്ക് പോയിട്ട് സിയാൻ്റെ ടാങ്കിലേക്കോ അല്ലെങ്കിൽ സിയാൻ വന്നിട്ട് മജന്തൻ്റെ ടാങ്കിലേക്കോ അങ്ങനെ മാറി വയ്ക്കാൻ സാധിക്കുന്നതല്ല. ഓരോ ടാങ്കിനും ഓരോരോ ലോക്ക് സിസ്റ്റമാണുള്ളത്. ആ ബോട്ടിൽ ആ ടാങ്കിലേക്ക് മാത്രമേ ഇറങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ സിയാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ബോട്ടിൽ എടുക്കുന്നു, മാറ്റി വെക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നേരെ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ മജന്തൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലെടുത്തിട്ട് ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തിട്ട് നേരെ ബോട്ടിൽ നമ്മൾ നേരെ ടാങ്കിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും ഈ ഫ്രണ്ടിൽ ഈ 4 ടാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗം എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം ഇങ്ക് ലെവൽ താഴുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. താഴെ ഞാൻ ആ പറഞ്ഞ മാർക്കിൻ്റെ അടിയിലേക്ക് വരാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മജന്ത ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് യെല്ലോൻ്റെ ടാങ്കാണ്. വൈ എന്നുള്ളതാണ് കറക്റ്റ് മെൻഷൻ ചെയ്തത്, യെല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്ത് ബോട്ടിൽ നേരെ നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 4 ടാങ്കും അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്. ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി മാറി ഹെഡ് ഡാമേജ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ 4 ടാങ്കും ഫില്ല് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ സ്കാനർ മോഡിൽ ഇതേപോലെ ജസ്റ്റ് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്താണ്ട് കൈയെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവുന്നതാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.